ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. ക്യാമറ അതാ പോണു, കാരണം നമ്മുടെ പൊന്നു കൊണ്ടുപോയതാണ്. അവിടെ കരിച്ചിലും കലമ്പാക്കിയിട്ട് അടുത്തുള്ള വീട്ടിലെ പാത്തു വന്നിട്ട് പൊന്നിന് ഏറ്റ് പോയിട്ടുണ്ട്. അതിന് എനിക്കൊരു വലിയൊരു ആശ്വാസമാണ്. ചപ്പാത്തി ഒന്ന് മാറ്റി പിടിക്കുക എന്നുള്ള സമ്മർദ്ദം കൊണ്ട് ഞാൻ ഇന്നൊരു പൂരിയിലേക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിയാവോ ഇല്ലയെന്നൊന്ന് പടച്ചതമ്പുരാനറിയാം. അപ്പോൾ ഞാൻ ഇന്ന് പൂരിയാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അവളുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ്. മക്കളെ കാര്യത്തിൽ എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. സ്കൂളുണ്ടായപ്പോൾ വെക്കേഷൻ ആയ സമയത്ത് ഓളെ വീട്ടിൽ തന്നെ ആയിരുന്നു മക്കൾ. അപ്പോൾ ഈ ഒരു അടുത്തായിട്ടാണ് പൊന്നു ഭയങ്കര അലമ്പാവാൻ വേണ്ടി തുടങ്ങിയത്. അപ്പം ഞാൻ പൂരിയിലേക്കുള്ള ആവശ്യമായിട്ടുള്ള പൊടികളും ഉപ്പും വെളിച്ചെണ്ണയും വെള്ളമൊക്കെ ചേർത്ത് ഞാൻ അവിടെ കൊഴിച്ച് മാറ്റി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ചിക്കൻ കറി അതവിടെ റെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ചിക്കൻ കറിയുടെ പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട്. കറിയിലേക്ക് ആവശ്യമായ ഉള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിയില, കറിവേപ്പില, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടുങ്ങാണ്ട് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്തുങ്ങാണ്ട് ഞാനത് ഒരു വിസിലിന് അവിടെ അടുപ്പിച്ച് വെക്കട്ടു. ഞാൻ അതിൽ വാട്ടി ഞാൻ വെക്കാറേ ഇല്ല. ഇത് എൻ്റെ ഒരു എളുപ്പപ്പണി മാത്രമാണെന്ന് പറയുന്നുള്ളൂ. എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നില്ല. എന്നാലും കറിക്ക് യാതൊരു ടേസ്റ്റ് കുറവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാനത് കറിയിലേക്ക് ആവശ്യമായ പൊടികളൊക്കെ ചേർത്തിട്ട് ഞാനത് അടുപ്പത്തേക്ക് ഒരു വിസിലിന് 1-2 വിസിലിന് ഞാനത് മാറ്റി വെച്ച്, പിന്നെ നമ്മുടെ ഇന്നത്തെ സ്നാക്സ് ആയിട്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളിവടാണ്. അപ്പോൾ അതിൻ്റെ പരിപാടി അതവിടെ വേവുമ്പോഴത്തേക്കും നമുക്ക് ഉള്ളിവട റെഡിയാക്കാം. എൻ്റെ നാക്ക് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പണി തരുന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ചില സമയത്ത് അങ്ങോട്ട് പണി പറ്റിച്ചാളും. അപ്പോൾ അതവിടെ വേകുമ്പോഴത്തേക്കും നമ്മൾ ഉള്ളിവടയ്ക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. ആവശ്യത്തിനുള്ള ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്ര മാത്രമേ ആവശ്യം. അതിലേക്ക് മൈദപ്പൊടി, അരിപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചുകൊണ്ട് നല്ലോണം അത് കൈകൊണ്ട് നല്ലോണം അങ്ങോട്ട് ഉടച്ചെടുക്കാം. ഒരു ഓവർ എന്താ പറയുക പേസ്റ്റ് രൂപത്തിലാവരുത്. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന മാതിരി ആക്കിയാലും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് ഞാൻ ചൂടായ എണ്ണയിലേക്ക് ഇട്ടുകൊണ്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. കറിയല്ല, വെന്ത് വന്നിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നല്ല അടിപൊളി സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അതൊന്ന് നോക്കിയതാണ്, ഇളക്കി നോക്കിയപ്പോഴത്തേക്കും എൻ്റെ മേത്തേക്ക് തെറിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കഴുകി വെച്ച ചിക്കനൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ നല്ലോണമായിട്ട് ഇളക്കി. ഭാഗ്യത്തിന് എന്തോ മുഖത്തേക്ക് തെറിച്ചില്ല, അതെന്തോ ഒരു ഭാഗ്യം കൊണ്ട് സെറ്റായിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിവട സെറ്റായി കൊണ്ട് നിൽക്കുന്നു. ഒരു ട്രിപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ ട്രിപ്പിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ ഇട്ടതിന് ശേഷം ഒരു വിസിലിന് ഞാനത് ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കും. ഇങ്ങനെയും കറി വെക്കാം കേട്ടോ.